ശരി ശരി ഭാവ്യ, നമുക്കിപ്പോൾ ആസിഫ് അലിയുടെ പ്രതികരണം ലഭ്യമായിട്ടുണ്ട്. അതിലേക്ക് ആ കണ്ട നോമിനേഷൻ തന്നെ. അപ്പൊ അത് ഇപ്പൊ വന്നൊരു സ്പെഷ്യൽ മെൻഷനിൽ എത്തി നിൽക്കുക എന്ന് പറയുന്നത് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി മുന്നോട്ടുള്ള കരിയറിൽ മാത്രമല്ല എന്റെ പേഴ്സണൽ ലൈഫിലും ഭയങ്കര ഒരു ഫ്യൂല് തന്നെയായിരിക്കും ഇനി ഇപ്പൊ ഈ കിട്ടിയ ഒരു അംഗീകാരം എന്ന് പറയുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. യെസ്. എന്തെങ്കിലും ചോദിക്കണ്ടോ? നിരാശ തീർച്ചയായിട്ടും ഉണ്ട്. ആഗ്രഹിച്ചതും അത് തന്നെയാണ്, എപ്പോഴും ആഗ്രഹവും അത് തന്നെയാണ്. പക്ഷെ ഇനിയും സമയമുണ്ട്, ശ്രമിക്കണം. കാര്യം ശ്രമിക്കാൻ ഉള്ളൊരു ധൈര്യം കൂടിയാണ്. ഇപ്പം ശ്രമിച്ചാൽ എത്തിച്ചേരും എന്നുള്ളൊരു വലിയ ധൈര്യം തന്നെയാണ് ഇതിൽ കൂടെ കിട്ടിയത്. അപ്പം ഇതിലിപ്പം എനിക്കാണെങ്കിലും ടോവിക്കാണെങ്കിലും ഉള്ളൊരു എക്സൈറ്റ്മെന്റും അത് തന്നെയാണ്. ഇപ്പം ഞങ്ങൾ ഏകദേശം ഓരോ ജനറേഷനിലെ ആക്ടേഴ്സിന് തന്നെ മെൻഷൻ ചെയ്താണ് എപ്പോഴും നോമിനേഷൻസ് ഉൾപ്പെടെ വരിക. അപ്പം ഞങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ച് അത് നോമിനേറ്റ് ചെയ്യപ്പെടുന്നു. തീർച്ചയായിട്ടും അത് മമ്മൂക്കാണ് ഒരു ക്യാപ്റ്റൻസിയിൽ തന്നെ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഒരു സന്തോഷം തീർച്ചയായിട്ടും ഉണ്ട്. ബട്ട് അഗെയിൻ ബെസ്റ്റ് ആക്ടർ എന്നുള്ളത് തന്നെയായിരിക്കും എല്ലാവരുടെയും ഡ്രീം. അതിലേക്ക് ഒരു ദിവസം എത്തിച്ചേരുകയും ചെയ്യും. അതെ, ഉറപ്പായിട്ടും ലൈഫിൽ ഏറ്റവും നല്ലതല്ലേ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുക. അപ്പൊ ഞാനും പ്രതീക്ഷിച്ചത് അത് തന്നെയായിരുന്നു. പക്ഷെ കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ലായിരുന്നു. പ്രതീക്ഷ എപ്പോഴും അത് തന്നെയായിരുന്നു, ആഗ്രഹം അത് തന്നെയായിരുന്നു. കഴിഞ്ഞ പോലെ ഒരു തൂഫാൻ പോലെ ഒരു നല്ലൊരു കമ്പാക്ക് നടത്തിയത്. അപ്പം അതിലൂടെ തന്നെ ഇപ്പൊ സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അപ്പം എത്രത്തോളം അതിനകത്തൊരു ഹാപ്പിനെസ് ഉണ്ട്? ഇപ്പം കരിയർ നോക്കിക്കഴിഞ്ഞാൽ പല സമയത്തും എനിക്ക് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യവും ഡൗണിലേക്ക് പോകുമ്പോൾ ഒരു മികച്ച മുന്നേറ്റം ഉണ്ടാവും എന്നുള്ളത് മനസ്സുകൊണ്ട് എപ്പോഴും ആഗ്രഹിക്കുമായിരുന്നു, ശ്രമിക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു അവാർഡ് അല്ലെങ്കിൽ ഒരു അംഗീകാരം കിട്ടുന്ന സമയത്ത് അതിന് ഞാൻ പറഞ്ഞില്ലേ ഒരു വലിയ ഫ്യൂല് കൂടെയാണ്. ശ്രമിച്ചാൽ കിട്ടും, അല്ലെങ്കിൽ പോകുന്ന ട്രാക്ക് കറക്റ്റ് ആണ് എന്നൊക്കെ തോന്നുമ്പോൾ ഇങ്ങനെയുള്ള അംഗീകാരം കിട്ടുമ്പോഴാണ്. ഓക്കെ, താങ്ക് യു. അതാണ് മികച്ച ജൂറി പരാമർശം, മികച്ച നടനുള്ള പ്രത്യേക ജൂറി പരാമർശം ലഭിച്ച ആസിഫ് അലി പ്രതികരിച്ചതാണ്. വളരെ പ്രതീക്ഷയിലായിരുന്നു, ആഗ്രഹിച്ചതിലും ഏറ്റവും പീക്കായിരുന്നു മമ്മൂട്ടിയോടൊപ്പമുള്ള നോമിനേഷൻ എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ മികച്ച നടനിലേക്ക് എത്തിയില്ല എന്ന നിരാശ തീർച്ചയായും ഉണ്ട്. പ്രതീക്ഷിച്ചത് മികച്ച നടനാകണമെന്നായിരുന്നു. കൂടുതൽ മെച്ചപ്പെടണം എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. അതിനായി ശ്രമിക്കുമെന്നും ആസിഫ് അലി പറഞ്ഞു വയ്ക്കുകയാണ്. എന്തായാലും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ 10 പുരസ്കാരങ്ങളുമായി മഞ്ഞുമ്മൽ ബോയ്സ് ആണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. മമ്മൂട്ടി മികച്ച നടനായി ഭ്രമയുഗത്തിലൂടെ മുന്നിലെത്തിയിരിക്കുന്നു. മികച്ച സ്വഭാവ നടനായി ഭ്രമയുഗത്തിലൂടെ സിദ്ധാർത്ഥ് ഭരതനും പുരസ്കാരം നേടിയിട്ടുണ്ട്. ടൊവിനോ തോമസിനും ആസിഫ് അലിക്കും കിഷ്കിന്ധാകാന്ഡത്തിലൂടെയും ARMലൂടെയും പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചു. അത്തരത്തിൽ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ടൊവിനോ തോമസിന് പ്രത്യേക പരാമർശം. ഒപ്പം മികച്ച നടിയായി ഷംല ഹംസ, ഫെമിനിച്ചി ഫാത്തിമയിലൂടെ ഷംല ഹംസയാണ് മികച്ച നടിയായിരിക്കുന്നത്. മികച്ച ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് നേടിയിരിക്കുന്നു. ചിദംബരമാണ് മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ സംവിധായകൻ, നമുക്കറിയാം. ഒപ്പം മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരവും മഞ്ഞുമ്മൽ ബോയ്സിനാണ്. മികച്ച സംവിധായകനും ചിദംബരമാണ്. മഞ്ഞുമ്മൽ ബോയ്സിന് അത് ലഭിച്ചിരിക്കുന്നു. ഒപ്പം സ്വഭാവ നടനുള്ള പുരസ്കാരം സൗബിൻ ഷാഹിർ നേടിയിരിക്കുകയാണ്. മഞ്ഞുമ്മൽ ബോയ്സിലെ അഭിനയത്തിലൂടെ മികച്ച സ്വഭാവ നടിയായി ലിജോ മോൾ ജോസ് അർഹയായിരിക്കുന്നു. നടന്ന സംഭവം എന്ന ചിത്രത്തിലൂടെയാണ് ലിജോയ്ക്ക് ആ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. മഞ്ഞുമ്മൽ ബോയ്സിലെ ക്യാമറ, അത് നമ്മളെല്ലാവരും ഏറെ ശ്രദ്ധിച്ചതാണ്. ഷൈജു ഖാലിദ് മികച്ച ക്യാമറാമാനുള്ള പുരസ്കാരം നേടിയിരിക്കുന്നു. മഞ്ഞുമ്മൽ ബോയ്സിലൂടെ ഷൈജു ഖാലിദ് മികച്ച ഛായാഗ്രാഹകനായി മാറിയിരിക്കുകയാണ്. മികച്ച ഗാനരചയിതാവ് അതും മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രത്തിനാണ് ലഭിച്ചിരിക്കുന്നത്. വേടനാണ് ആ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. നമുക്കറിയാം, വളരെ ചെറിയ കുട്ടികൾ പോലും പാടി നടന്ന വിയർപ്പു തുന്നിയിട്ട കുപ്പായം എന്ന വളരെ ജനപ്രിയമായ ഗാനം, അതിനാണ് മികച്ച ഗാനരചയിതാവായി വേടനെ ആ ഗാനത്തിനാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. സംഗീത സംവിധായകൻ, മികച്ച സംഗീത സംവിധായകൻ സുഷിൻ ശ്യാമാണ്. 2 ചിത്രങ്ങളാണ് പരിഗണിച്ചത്, ബൊഗെയിൻവില്ലയും മഞ്ഞുമ്മൽ ബോയ്സും. ആ ചിത്രങ്ങളിലൂടെ സുഷിൻ ശ്യാമാണ് മികച്ച സംഗീത സംവിധായകനായി മാറിയിരിക്കുന്നത്. മഞ്ഞുമ്മൽ ബോയ്സിനുള്ള മറ്റൊരു പുരസ്കാരം മികച്ച കലാ സംവിധാനത്തിൽ ഉള്ളതാണ്. അത് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ മന്ത്രി സജി ചെറിയാൻ പറയുന്നുണ്ടായിരുന്നു,
പല കാലാവസ്ഥകൾ അതുപോലെ തന്നെ പകർത്താൻ ആ രീതിയിൽ കലാസംവിധാനം ഒരുക്കിയ അജയൻ ചാലിശ്ശേരിക്കാണ് ആ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. മികച്ച കലാസംവിധായകനായ അജയൻ ചാലിശ്ശേരി മഞ്ഞുമൽ ബോയ്സിലൂടെ നേടിയിരിക്കുന്നു. മികച്ച എഡിറ്റർ കിഷ്കിന്ദ കാണ്ഡത്തിലൂടെ സൂരജ് ES ആണ് മികച്ച എഡിറ്റർ ആയിരിക്കുന്നത്. മികച്ച പിന്നണി ഗായിക എന്ന ചിത്രം